Welcome back, my dear children. Assalamu alaikum wa rahmatullahi wa barakatuh. Moving on to lesson 18. Okay? ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹർഫ് ഏതാണെന്നറിയോ? ഐൻ. ഏതാണ്? ഐൻ. മാം വായിച്ചു തരാം, നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മക്കൾ. ഓക്കെ? ഐൻ, ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ. ഓക്കെ? ഐൻ, ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ. ഐൻ. ഐൻ എന്ന് പറയുമ്പോൾ തൊണ്ടയിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ ഉച്ചരിക്കണം കേട്ടോ. ഐൻ, ആ, ഇ, ഉ, ഇ, അൻ, ഇൻ, ഉൻ. ഓക്കെ? ഇനി ആ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലെസണിലെ മെയിൻ വേർഡ് വായിക്കാം. റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അതെന്താണെന്നറിയോ? അലമുൻ. 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 അലമുൻ എന്നതിൻ്റെ മീനിങ് ഫ്ലാഗ്. FLAG. ഫ്ലാഗ്. ഫ്ലാഗിൻ്റെ പിക്ചർ കണ്ടില്ലേ? ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ പതാക അല്ലേ? ഇന്ത്യയുടെ ഫ്ലാഗാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ രാജ്യത്തിനും ഓരോ ഫ്ലാഗുണ്ട്, ഓരോ പതാകകളുണ്ടാവും. അത് ഇപ്പോൾ നമ്മൾ ഇതിൽ ലെസണിൽ കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗാണ്. അപ്പോൾ ആ ഫ്ലാഗിനെ അറബിയിൽ പറയുന്ന വേർഡാണ് എന്ത്? അലമുൻ. അലമുൻ, ഫ്ലാഗ്. അലമുൻ, ഫ്ലാഗ്. അലമുൻ, ഫ്ലാഗ്. ഓക്കെ? ഇനി ആ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വേർഡ് വായിക്കാം. അമലുൻ. 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 നെക്സ്റ്റ് ഐ. ഐ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേർഡാണ് ഇൽമുൻ. 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 നെക്സ്റ്റ് ഉ. ഉ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഉമറുൻ. 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 നെക്സ്റ്റ് നമ്മളെ ഈ ലെസണിലെ മെയിൻ വേർഡ് തന്നെ അതേതാണ്? അലമുൻ. 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 നെക്സ്റ്റ് ഇമാദുൻ. 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 ലാസ്റ്റ് വൺ ഉസ്മാനുൻ. 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 അപ്പോൾ ഇനി ഈ ലെസണിൽ ചെയ്യേണ്ട വർക്ക് എന്താണെന്നറിയാലോ അല്ലേ? മക്കൾ എല്ലാ ലെസണിലും ചെയ്യണ പോലെ തന്നെയാണ് മാം ഒന്നുകൂടെ പറയണേ. ഏതാണ് ഈ ഹർഫുകൾ? അതായത് ഐൻ, ആ, ഇ, ഉ, അൻ, ഇൻ, ഉൻ. ഇത് 10 ടൈംസ് മക്കൾ ഷീറ്റിൽ എഴുതുക. പിന്നെ മെയിൻ വേർഡായ അലമുൻ, മീനിങ് ഫ്ലാഗ്, അതും 10 ടൈംസ് ഷീറ്റിൽ എഴുതിയിട്ട് മാമിന് അയച്ചു തരാം. ഓക്കെ? പിന്നെ മറ്റുള്ള വേർഡ്സുകൾ എന്താ ചെയ്യേണ്ടത് അറിയാലോ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിൽ 3 ടൈംസ് എഴുതിയിട്ട് അതും മാമിന് അയച്ചു തരണം. ഓക്കെ? ഇനി പേജ് നമ്പർ 42. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നോക്കാം. പേജ് നമ്പർ 42-ൽ അദ്ദുആഉ
ലിമൻ സനഅ ഇലൈക മഅറൂഫൻ. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് നന്മ ചെയ്തവന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ് എന്നാണ്. നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു, ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമുക്ക് നന്മ ആരെങ്കിലും ചെയ്താൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? അതെന്താണെന്നറിയോ? ജസാക്കല്ലാഹു ഖൈറ, ജസാക്കല്ലാഹു ഖൈറ, ജസാക്കല്ലാഹു ഖൈറ. അള്ളാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ, നല്ലത് തരട്ടെ, നല്ല പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകട്ടെ എന്നാണ്. എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, നമുക്കൊരാൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പെൻസിൽ ചോദിച്ചു അല്ലേ, അപ്പോൾ അത് കൊടുത്തു, അല്ലെങ്കിൽ പെന്ന് ചോദിച്ചു, ഇപ്പോൾ പെന്ന് കൊടുത്തു. അപ്പോൾ അത് തന്ന ആളടുത്ത് നമ്മൾ താങ്ക്സ് എന്ന് പറയില്ലേ? താങ്ക്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താണ് പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറ. അതാണ് നമുക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതാണ് ആ ദുആ ആണ് ജസാക്കല്ലാഹു ഖൈറ. അതാണ് പറയേണ്ടത് കേട്ടോ. എന്ത് കാര്യം നമുക്കിപ്പോൾ വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ, ആരെങ്കിലും നമുക്ക് ചെറുതോ വലുതോ ആയ എന്ത് നന്മ നമുക്ക് ഹെൽപ്പുകൾ ചെയ്താലും നമ്മൾ എന്താ ഇപ്പോൾ പറയണം? താങ്ക്സ് എന്ന് പറയുന്നതിന് പകരം എന്താ നമ്മൾ പറയണ്ടേ? ജസാക്കല്ലാഹു ഖൈറ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജസാക്കല്ലാഹു ഖൈറ. ഇനി എല്ലാവരും അത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഉമ്മാട് നമ്മൾ എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈറ. അങ്ങനെ അത് നമുക്കൊരു ശീലമായി മാറണം. അത് നമ്മളുടെ മുസ്ലിങ്ങളുടെ ഒരു ശീലമായിട്ട് അത് മാറണം. നമ്മൾ നല്ല കുട്ടികളല്ലേ, അപ്പോൾ നല്ല കുട്ടികളൊക്കെ അങ്ങനെ എന്ത് ഹെൽപ്പ് നമുക്കൊരാൾ ചെയ്താലും, വീട്ടിലോ സ്കൂളിലോ എവിടെ ആയാലും എന്ത് ചെയ്താലും എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈറ. ഓക്കെ. ഇനി നെക്സ്റ്റ് അദ്ദുആഉ ലിൽ ഇൽമിൻ നാഫി. ഉപകാരപ്രദമായ അറിവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ? നല്ല അറിവുകളുണ്ടാവും, ചീത്ത അറിവുകളൊക്കെ. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാവണം നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവേ, എൻ്റെ നാഥാ, എൻ്റെ അറിവിനെ എനിക്ക് വർദ്ധിപ്പിച്ച് തരണേ എന്നാണ്. റബ്ബി സിദ്നി ഇൽമ, എൻ്റെ അറിവിനെ എനിക്ക് വർദ്ധിപ്പിച്ച് തരണേ. നമ്മൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് ആ 2 പ്രാർത്ഥനകളുമാണ് ഇന്ന് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ മക്കൾ മനസ്സിലാക്കുക, അങ്ങനെ ഒക്കെ പഠിച്ച് അതുപോലെയൊക്കെ ചെയ്യുക, നല്ല കുട്ടികളാവുക. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് ഒന്നുകൂടെ ഇത് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഇതോടെ ലെസൺ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.